ഇന്നത്തെ മലയാള സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ 90s കണ്ടിട്ടുണ്ട് ഗോൾഡൻ എറ ഓഫ് മലയാള സിനിമ എന്ന് ഞാൻ പറയുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഒരുപാട് ഫ്രഷ് മലയാളം മൂവീസ് ഉണ്ടായിരുന്നു. കോൺസെപ്റ്റ്സ് വെ ഫ്രഷ്. ബിക്കോസ് അന്ന് ഒരുപാട് ഹോളിവുഡിൻ്റെയും ബോളിവുഡിൻ്റെയും അതർ ലാംഗ്വേജിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ കുറവായിരുന്നു മലയാള സിനിമ. അതുകൊണ്ട് ഇൻഫർമേഷൻ വളരെ കുറവായിരുന്നു. ഇൻ്റർനെറ്റിൻ്റെ ഇതില്ല. അന്ന് കുറേ കൂടെ ഒക്കെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഉണ്ടായിരുന്നു. അവരുടെ ഇമാജിനേഷനിൽ വരുന്ന കഥകൾ സിനിമയാക്കിക്കൊണ്ടിരുന്നു. ഇന്ന് കുറേ നമുക്ക് ബോളിവുഡിൻ്റെ അത് ഇൻഫർമേഷൻ കൂടുന്നതുകൊണ്ടാണ്. ഇന്ന് ഇൻ്റർനെറ്റ് ഇറ അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പം ഇപ്പോൾ ജപ്പാനിൽ ഇറങ്ങുന്ന സിനിമകളുടെയും അല്ലെങ്കിൽ കൊറിയയിൽ ഇറങ്ങുന്ന സിനിമകളും ഇന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ സാധിക്കുന്നു. അപ്പം ഒരുപാട് സിനിമകൾ, ഒരു ന്യൂ ജനറേഷൻ എന്ന് വിളിക്കുന്ന ഒരു പറ്റം ആൾക്കാർ, അത് ക്രിയേറ്റീവായിട്ടുള്ള എഴുത്തുകാരാണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും അവർ അതർ ലാംഗ്വേജ് സിനിമകൾ, അത് ഹോളിവുഡ് സിനിമകൾ, കൊറിയൻ സിനിമകൾ, ഫ്രഞ്ച് സിനിമകൾ, ചൈനീസ് സിനിമകൾ ഇതുവരെ കാണുന്ന ഒരു കാലമാണ്. അപ്പം അതിൻ്റെ ഒരുപാട് ഇൻഫ്ലുവൻസ് ഓട്ടോമാറ്റിക്കലി ഒരാളുടെ ഉള്ളിലേക്ക് വരുന്ന സ്വാഭാവികമാണ്. അങ്ങനെ ഒരു ന്യൂ ജനറേഷനൊന്നുമില്ല. ഞാൻ പല ഇൻ്റർവ്യൂകളും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചാനലിരുന്നപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ന്യൂ ജനറേഷനൊന്നുമില്ല. ന്യൂ ജനറേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡിജിറ്റൽ വന്നു, ദാറ്റ്സ് എ ന്യൂ ജനറേഷൻ തിങ്. പിന്നെ പ്രിൻ്റ് ഇല്ലാണ്ടാവുന്നു, ദാറ്റ്സ് ന്യൂ ജനറേഷൻ. പിന്നെ അതേ ഉള്ളൂ. അല്ലെ, തോട്ട് പ്രോസസ്സിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഉള്ളൂ. ഒരു ഹോളിവുഡ് ഇൻഫ്ലുവൻസ് ഇന്ന് വേ ഓഫ് ഫിലിം മേക്കിങ്ങിൽ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് സിനിമ ടെല്ലിങ്ങിന് പകരമായിട്ട് ഒരു ഹോളിവുഡ് വേ ഓഫ് അപ്രോച്ച് വന്നിട്ടുണ്ട്. പക്ഷേ അത് മലയാളത്തിന് എത്രമാത്രം സൂട്ടബിളാണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മലയാളത്തിന് നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ കൊച്ചു മലയാളമാണ് ഇത്. ആസ് എ പ്രൊഡ്യൂസർ ഞാൻ പറയുകയാണ്. ബിക്കോസ് നമുക്ക് ലിമിറ്റഡ് ഓഡിയൻസ് മാത്രമുള്ളൊരു കൊച്ചു ഫിലിം ഇൻഡസ്ട്രിയാണ് നമ്മൾ. അതിൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റിന് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മളൊരിക്കലും ഒരു തമിഴുമായോ തെലുങ്കുമായോ പോലും നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണോ നമ്മൾ ഹോളിവുഡുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, ബോളിവുഡുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് മലയാളത്തിൻ്റെ മണമുള്ള കൊച്ചു നല്ല കഥകൾ ചെയ്ത് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കോപ്പി ചെയ്ത് അത്രയും സാങ്കേതിക മികവോടെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെടുകയുള്ളൂ. ഒരിക്കലും നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്ന ഒരു സാധാരണ സിനിമയ്ക്ക് 2 കോടി 2.5 കോടി 3 കോടി, ഒരു സൂപ്പർ സ്റ്റാർ സിനിമ ചിലപ്പോൾ 5 മേളിൽ അങ്ങനെ ഉള്ള ഒരു ലിമിറ്റഡ് ബഡ്ജറ്റിൽ നിന്ന് ചെയ്യുന്ന സിനിമകളാണ്. അപ്പം നമ്മളെപ്പോഴും അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എടുക്കണം എന്നാണ് എന്നെ അപ്രോച്ച് ചെയ്യുന്നിട്ടുള്ള ആൾക്കാരോട് ഞാൻ പറയുന്നത്. മറ്റുള്ളതിന് നമുക്ക് ചെയ്യാൻ പാടില്ലെന്നല്ല, പക്ഷേ യു ഗ്രോ ഹിയർ ആൻഡ് ദെൻ മേ ബി യു ക്യാൻ ട്രൈ ഇറ്റ് ദെയർ എന്നുള്ളതാണ് എൻ്റെ ഒരു ഞാൻ ഒരിക്കലും നടന്മാരെ കുറ്റം പറയില്ല. ബിക്കോസ് ഞാൻ വേറൊരാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നത്, ഒരാൾക്ക് എത്ര പടം ചെയ്യാൻ പറ്റും, ഒരു നടന് മാക്സിമം എത്ര പടം ചെയ്യാൻ പറ്റും. ഇന്ന് മലയാളത്തിൽ 160-170 സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഈ നടൻ എന്ന് പറയുന്നത് ലീഡ് ചെയ്യാൻ കഴിവുള്ളതല്ല, ലീഡ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഒരു സിനിമ ചെയ്യുന്നതിന് എല്ലാ റവന്യൂ മോഡൽസും വേണം. സാറ്റലൈറ്റ് റവന്യൂ വേണം, DVD വിൽക്കണം, മ്യൂസിക് വിൽക്കണം, തിയേറ്റർ കിട്ടണം, കുറച്ച് തിയേറ്ററേ ഉള്ളൂ, അത് റിലീസ് ചെയ്യണം. ഇതൊക്കെ കൂടി ചേരണമെങ്കിൽ അതിന് ലീഡ് ചെയ്യാൻ പറ്റുന്ന ആക്ടേഴ്സ് വേണം. ഇന്ന് മലയാളത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, ലീഡ് ചെയ്യാൻ പറ്റിയ, അതായത് ഈ എല്ലാ റവന്യൂ മോഡൽസും കിട്ടുന്ന എത്ര ആക്ടേഴ്സ് ഉണ്ട്? 10 പേര്, 11 പേര്, അതിൽ കൂടുതലില്ല. ഒരാൾക്ക് എത്ര സിനിമ ചെയ്യാൻ പറ്റും? മാക്സിമം പോയാൽ 4 പടം അല്ലെങ്കിൽ 5 പടം. 4 പടം 5 പടം തന്നെ ലിമിറ്റാണ്. അതിൽ കൂടുതലൊക്കെ നമ്മൾ 5 പടം വെച്ച് 10 ആക്ടേഴ്സ് ചെയ്താൽ 50 പടം, 160 പടം എങ്ങനെ ഇറങ്ങും? ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഒന്നുകിൽ കൂടുതൽ ആക്ടേഴ്സ് വരണം. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു, പല ആക്ടേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നു, ചെറുപ്പക്കാർ വരുന്നു. അപ്പം അതാണ് അവർ അക്സെപ്റ്റ് ചെയ്യുക. അപ്പം ഒരു സിനിമ, ഒരു നടൻ ഡേറ്റ് കൊടുക്കാൻ പറ്റാത്തത് അയാളുടെ നിവൃത്തികേടുണ്ടായിരിക്കാം. അപ്പം അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അഭിനയിക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ആരെങ്കിലും വെറുതെ ഇരിക്കുന്നുണ്ടോ? മാറ്റങ്ങൾ സ്വാഭാവികമാണ്. ഇതിൻ്റെ ഒരു റീസണിങ് എന്ന് പറയുന്നത്, ഒരു 10 വർഷം മുമ്പ് ഒരു മലയാള സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 1 കോടി രൂപ, 1.5 കോടി രൂപയ്ക്കൊക്കെ നല്ല സിനിമകളുണ്ടായിരുന്നു. കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതർ മോഡ് ഓഫ് റവന്യൂ അന്വേഷിച്ച് പോകുന്നത് വളരെ സ്വാഭാവികമാണ്. ടെലിവിഷൻ്റെ ഒരു വളർച്ച പെട്ടെന്നായിരുന്നു. ടെലിവിഷനിൽ കോമ്പറ്റീഷൻ വന്നപ്പോൾ ഒരു ടെലിവിഷൻ എന്ന് പറയുന്നതും സിനിമ എന്ന് പറയുന്നതും ഇൻ്റർലിങ്ക്ഡാണ്. ടെലിവിഷൻ്റെ നമുക്കെല്ലാം അറിയാം, ടെലിവിഷനിലെ
ഏതൊരു ചാനൽ എൻ്റർടൈൻമെൻറ്റ് ചാനൽ ന്യൂസ് ഒഴിച്ചുള്ള എൻ്റർടൈൻമെൻറ്റ് ചാനൽ എടുത്ത് നോക്കിയാലും ഒരു 40-50% അതിൻ്റെ കണ്ടൻറ്റ് സിനിമയിൽ നിന്നാണ് ലഭിക്കുന്നത്. അത് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സാധനമാണ് സിനിമ എന്ന് പറയുന്നത്. അതായത് ഒരു സിനിമ നമുക്ക് 6-7 വട്ടം ഒരു വർഷത്തിൽ തന്നെ ഇടാൻ പറ്റും, 2 മാസത്തിലൊരിക്കൽ ഇടാൻ പറ്റും. സീരിയൽ അല്ലെങ്കിൽ റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞാൽ ഒരു എപ്പിസോഡ് ഒരു വട്ടം ടെലികാസ്റ്റ് ചെയ്യും, അടുത്ത ദിവസം വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, അതോടെ അതിൻ്റെ വാല്യൂ കഴിഞ്ഞു. സിനിമ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് വാങ്ങിച്ചു വെച്ചാൽ റിപ്പീറ്റ് ടെലികാസ്റ്റ്. അപ്പോൾ ചാനൽസ് നോക്കുമ്പോൾ അവർക്ക് സിനിമകൾ കൂടുതൽ കിട്ടിയാൽ കൂടുതൽ കണ്ടൻറ്റ് കിട്ടുന്നു. അങ്ങനെ മലയാളത്തിൽ മറ്റുള്ള ചാനലിൽ ഉള്ള മറ്റുള്ള സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വേറെ റെക്കോർഡുകളുണ്ട്. ഇത്രയും ഏറ്റവും കൂടുതൽ ചാനൽസ് ഉള്ള ഒരു സ്റ്റേറ്റാണ് മലയാളം. ഇത്രയും കൊച്ചൊരു സ്റ്റേറ്റിൽ ഇത്രയും കൂടുതൽ ചാനലുള്ള എല്ലാവർക്കും സർപ്രൈസിങ് ആണ്. അപ്പോൾ ഒരുപാട് ചാനൽസിൻ്റെ കണ്ടൻറ്റ് വേണം. അപ്പോൾ ചാനലിൻ്റെ വളർച്ച വന്നു, 10-27 ചാനൽ വന്നു ഇവിടെ. അപ്പോൾ സിനിമയ്ക്കുള്ള ഡിമാൻഡ് കൂടുന്നത് സ്വാഭാവികമാണ്. ആ സിനിമയ്ക്കുള്ള റൈറ്റ്സ് വാങ്ങിക്കുന്ന ഒരു കോമ്പറ്റീഷൻ വന്നപ്പോൾ 3-4 ചാനൽ സിനിമ 5 ചാനൽ സിനിമ വാങ്ങിക്കാൻ തുടങ്ങി. അവർ പിച്ച് ചെയ്ത് റേറ്റ് കൂടുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഒരു സംഭവമാണ്. ഇപ്പം പെട്രോളിന് വില കൂടുന്നത് എന്താണ്? പെട്രോൾ കുറയുന്നു, ഡിമാൻഡ് വെഹിക്കിൾസ് കൂടുന്നു. അങ്ങനെ കൂടുന്നത് പോലെ തന്നെ സിനിമയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള സിനിമകൾ എല്ലാ ചാനൽസിനും വേണം എന്ന് വന്നപ്പോൾ അതിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരുന്നു. അത് മലയാള സിനിമയ്ക്ക് നല്ലതാണ്. അതിൻ്റെ പാരലി തന്നെ തിയേറ്ററിലേക്ക് പോകാനുള്ള ആളുകളുടെ ഒരു മെൻറ്റാലിറ്റി പറഞ്ഞു. അതിന് പല റീസൺസ് ഉണ്ട്, അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അത് ഒരു ആർഗ്യുമെൻറ്റ് ചെയ്യപ്പെടേണ്ട എന്തുകൊണ്ട് ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്നില്ല. അതിൻ്റെ റീസൺ ടെലിവിഷനല്ല, ഒരിക്കലും ടെലിവിഷനല്ല. ടെലിവിഷൻ ഇന്ന് മലയാളികൾ എവിടെയാണ് നല്ല എൻ്റർടൈൻമെൻ്റ് ഉള്ളത് അവിടേക്ക് പോകും. അത് ഇപ്പം ഒരു ഹോട്ടലാണെങ്കിൽ കൂടെ എവിടെയാണോ നല്ല ഫുഡ് അത് അങ്ങോട്ട് പോകും. അല്ലാതെ എൻ്റെ ഹോട്ടലിൽ ആളുകൾ വരാത്തത് അവിടെ നല്ല ഫുഡ് സെർവ് ചെയ്യുന്നത് കൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ദയവായി എൻ്റെ ഹോട്ടലിൽ 25 വർഷം മുമ്പ് തുടങ്ങിയതാണ്, അതുകൊണ്ട് നിങ്ങൾ ദയവായി മോശം ഫുഡ് മാത്രം ഡെലിവറി ചെയ്യൂ എന്ന് പറയുന്നത് തെറ്റാണ്.